എന്തുകൊണ്ട് കാവ്യ ദിലീപിന്റെ വീട്ടിൽ പോകുന്നില്ല എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. കാവ്യ വളരെയേറെ നാളുകളായി തന്നെ സ്വന്തം വീട്ടിലാണ് കഴിയുന്നത് എന്നാണ് പ്രേക്ഷകരുടെ തന്നെ കണ്ടുപിടുത്തൽ. അതിനെക്കുറിച്ചാണ് ചോദിക്കുമ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. മരണത്തിന് ശേഷം, അതായത് കാവ്യയുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് കാവ്യ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയത് എന്നാണ്. മരണം മുതൽ തന്നെ പത്മസരോവരത്തിലേക്ക് കാവ്യ തിരികെ പോകുന്നേ ഇല്ലായിരുന്നു. അതിൻ്റെ കാരണങ്ങൾക്കിടയിൽ തന്നെയാണ് കാവ്യ എന്തുകൊണ്ട് അഭിനയിക്കാത്തത് എന്നത് ദിലീപിൻ്റെ തലയിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണ് എനിക്കിഷ്ടം. ദിലീപേട്ടൻ അതിലൊരു പങ്കുമില്ല. ഞാനാണ് തീരുമാനിച്ചത് എനിക്ക് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണ്ട എന്ന്. സിനിമയിലെ അഭിനയം നിർത്താമെന്ന് ഞാൻ തന്നെ സ്വയമേ തീരുമാനിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് വാർത്ത ചോദിച്ചിട്ടുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്ന ഒരു വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു. കാവ്യ ഇത്തരത്തിൽ ദിലീപിനെക്കുറിച്ചോ അല്ലെങ്കിൽ കാവ്യയുടെ വീട്ടുകാരെക്കുറിച്ചൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ പറയുമ്പോൾ അത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. സാധാരണ കുടുംബത്തിലുള്ളവരെക്കുറിച്ച് അങ്ങനെ പറയാറില്ല, മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംസാരിക്കാറുമില്ല. ദിലീപിനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ സിനിമ ഉപേക്ഷിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിനിമ ഉപേക്ഷിച്ചതെന്ന് വരെ പലരും പറയുന്നുണ്ട്. എന്നാൽ സത്യം അതല്ല എന്നതാണ് യഥാർത്ഥ കാര്യം. കാവ്യയുടെ അടുത്ത വൃത്തങ്ങൾ പോലും അത് നന്നായി പറയുന്നുണ്ട്. കാവ്യയ്ക്ക് സിനിമയോടുള്ള ഒരു താല്പര്യം പോയി കഴിഞ്ഞു. അത് ശരിവയ്ക്കും വിധം തന്നെയായിരുന്നു ആദ്യത്തെ കുറച്ച് കാലങ്ങളും. പിന്നെ ആ ചിത്രത്തിനു വേണ്ടി കാവ്യ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരുപാട് കാത്തിരുന്ന നാളുകളുണ്ടായിരുന്നു. ദിലീപ് വീട്ടിലിരുത്തിയതാണോ എന്ന ചോദ്യത്തിന് ദിലീപ് കാവ്യയെ തന്നെ നേരിട്ട് മറുപടി നൽകുന്നുണ്ട്. അടുത്തിടെ ദിലീപ് പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിൽ ദിലീപ് എത്തിയപ്പോൾ ആവാത്തതിനാൽ തന്നെ പങ്കെടുത്തത് കാവ്യയാണ്. ദിലീപ് വീട്ടിലിരുത്തിയതല്ല തന്നെ. കാവ്യ തൻ്റെ സ്വതസിദ്ധമായ ചിരിയോടെ മറുപടി നൽകുന്നുണ്ട്. ദിലീപേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത്. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. UK പോകേണ്ട ഒരു ആവശ്യം വന്നതിനാൽ എന്നോട് ഈ ചടങ്ങിലെത്താൻ ആവശ്യപ്പെട്ടു. ഹരിയേട്ടൻ വളരെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ടും എനിക്ക് നോ പറയാൻ പറ്റില്ല. നീ പോകണമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ആഗ്രഹവും തീരുമാനവും തന്നെയാണിത്. പിന്നെ ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയത്. ഞാൻ എൻ്റെ ആഗ്രഹത്തിലെടുത്ത തീരുമാനമാണ്. എനിക്കൊരു മോളെയൊക്കെ നോക്കിയൊരു യാത്ര കാലഘട്ടം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഒരു ബ്രേക്ക് എടുത്തത്. സിനിമയിലാണെങ്കിൽ നമുക്കതങ്ങനെ ആസ്വദിച്ച് ചെയ്യാനാകില്ല. അത് വളരെയധികം പ്രയാസമായിരിക്കും. സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം മുതലേ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞൊക്കെയായി വീട്ടിൽ സ്വസ്ഥമായി സമാധാനമായി കഴിയാൻ തന്നെയാണ് താൻ ആഗ്രഹിച്ചിരുന്നത്. ഒരു കുഞ്ഞിനെ വളരെയേറെ നാളുകളായി തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു മകളെ കിട്ടുകയും ചെയ്തു. അവളുടെ എല്ലാ നല്ല കാലങ്ങളും എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഭൂരിഭാഗവും കൊറോണയിൽ തന്നെ ആയിരുന്നത് കൊണ്ട് തന്നെ അതിനൊരു ഭാഗ്യം ലഭിച്ചു. ദിലീപേട്ടനും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് കാവ്യ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മക്കളുടെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കണമല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലുതെന്ന് കാവ്യ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.